ഇറാനിൽ നിലവിലുള്ള സർക്കാർ വീഴാൻ സാധ്യതയുണ്ടെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റസ പഹ്ലാവിയെ നല്ല നേതാവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാനും അമേരിക്കയും ഏറ്റുമുട്ടലിലേക്കാണ് എന്ന ഉദ്യോഗം ശക്തമാകുന്നതിനിടെയാണ് കൂടുതൽ രാജ്യങ്ങൾ സ്വന്തം പൗരന്മാരോട് ഇറാൻ വിടാൻ ആവശ്യപ്പെടുന്നത്. ഏറ്റുമുട്ടൽ അഭ്യൂഹങ്ങൾക്കിടെ ഇറാൻ വ്യോമപാത താൽക്കാലികമായി അടച്ചത് എയർ ഇന്ത്യ ഇൻഡിഗോ സർവീസുകളെ ബാധിച്ചു. VR കാർത്തിക് വിവരങ്ങളുമായി ചേർന്നു. കാർത്തിക്, അലി ഖമനേയി ഭരണകൂടം താഴെ ഇറങ്ങുമോ എന്നുള്ള ചോദ്യം ആവർത്തിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. പക്ഷെ അതിനുള്ള ഉത്തരം ട്രംപ് തന്നെ പറയുകയാണ്. വളരെ പെട്ടെന്ന് ആ സർക്കാർ താഴെ വീഴാൻ സാധ്യതയുണ്ടെന്ന്. എന്താ കരുതണം, എന്ത് പ്രതീക്ഷിക്കും? ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. റസ പഹ്ലാവിയെ ആവർത്തിച്ച് പിന്തുണയ്ക്കുന്നതോടൊപ്പം തന്നെ നിലവിൽ ഇറാനിലുള്ള ഭരണകൂടം അത് കൊളാപ്സ് വീഴാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നാണ് അദ്ദേഹം ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. അതായത് ഇറാന്റെ ആവർത്തിച്ചുള്ള പ്രതിഷേധങ്ങൾക്കിടെയും US പ്രതിഷേധക്കാർക്ക് ശക്തമായ പിന്തുണ നൽകുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ. ഡിസംബർ 28-നാണ് ഇറാനിൽ ഈ പ്രക്ഷോഭം ആരംഭിച്ചത്. 19 ദിവസം പിന്നിടുന്നു. അനുദിനം ഈ പ്രക്ഷോഭം ശക്തമായി തുടരുകയും ചെയ്യുകയാണ്. പണപ്പെരുപ്പം, വിലക്കയറ്റം, അതോടൊപ്പം തന്നെ അവരുടെ കറൻസിക്ക് വിലയില്ലാതെ, ഇറാൻ റിയാലിന് വിലയില്ലാതാകുന്ന സാഹചര്യം, ഇതെല്ലാം കണക്കിലെടുത്ത് ആദ്യം കച്ചവടക്കാരാണ് ഈ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത്. പിന്നീട് യുവാക്കളും വിദ്യാർത്ഥികളും എല്ലാം തന്നെ ഈ പ്രതിഷേധങ്ങൾക്ക് പിന്തുണയുമായി എത്തി. അങ്ങനെ ഇറാന്റെ 31 പ്രവിശ്യകളിലും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏതാണ്ട് 3400ഓളം പേർ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 10,000-ഓളം പേരെ അറസ്റ്റ് ചെയ്തു. മാത്രമല്ല, സർക്കാരിനെ അനുകൂലിച്ചുള്ള പ്രതിഷേധങ്ങളും ഒരു വശത്ത് നടക്കുന്നു. ഇത്തരത്തിൽ ഇന്റർനെറ്റ് വിച്ഛേദിച്ചും പുറം ലോകവുമായുള്ള ബന്ധം ഇല്ലാതാക്കിയും പ്രതിഷേധക്കാരെ നേരിടാനുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും തുടരുന്നു. പക്ഷേ അപ്പോഴും US-ന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ പ്രതിഷേധക്കാർക്കെതിരായ നടപടിയിൽ കടുത്ത വാക്കുകളിൽ പ്രതിഷേധവും ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത പ്രക്ഷോഭകാരികളെ തൂക്കിക്കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിമർശനമാണ് അമേരിക്ക ഉന്നയിച്ചത്. ഇറാൻ ഒരു ഘട്ടത്തിൽ അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആവർത്തിച്ചറിയിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലെല്ലാം തന്നെ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് ഇറാനോട് അമേരിക്ക വ്യക്തമാക്കാൻ കാരണം ഇത്തരത്തിൽ പ്രതിഷേധക്കാരെ വളരെ കർശനമായി നേരിടുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നിരവധി പേരെ തൂക്കിക്കൊന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഓവൽ ഓഫീസിൽ നടത്തിയ പ്രതികരണത്തിൽ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ തൂക്കിക്കൊല്ലുന്ന നടപടികൾ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആ ഘട്ടത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന തരത്തിൽ വ്യക്തമാക്കുന്നതാണ് ട്രംപിൻ്റെ വാക്കുകൾ. എന്തായാലും കഴിഞ്ഞ ദിവസം ഓവൽ ഓഫീസിൽ ട്രംപ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു. ഇറാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. ഏത് തരത്തിൽ ഇറാനിലെ പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ എങ്ങനെ നേരിടണം എന്ന ഒരു ചർച്ചയുണ്ടായി. ആ ഘട്ടത്തിലെല്ലാം ഉരുത്തിരിഞ്ഞ ഒരു പ്രധാനപ്പെട്ട അഭിപ്രായമാണ് സാമ്പത്തിക ഉപരോധം. നേരത്തെ തന്നെ അധിക താരിഫ് പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റ് പല രാജ്യങ്ങൾക്കെതിരെയും സമ്മർദ്ദം ശക്തമാക്കുന്ന അതേ നടപടി തന്നെയാണ് ഇറാനെതിരെയും സ്വീകരിച്ചത്. അതായത് ഇറാന് പിന്തുണ നൽകുന്ന രാജ്യങ്ങൾക്ക് 25% അധിക തീരുവ ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം. അത്തരത്തിൽ നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഇറാനിൽ കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഒരുക്കുക, ഇത്തരത്തിലുള്ളൊരു നീക്കമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. മറുതരത്തിൽ അതായത് മറുവശത്ത് ഇറാനാകട്ടെ ഇതിനെ ശക്തമായ നേരിടാൻ ഉള്ള ഒരുക്കങ്ങളിലുമാണ്. കഴിഞ്ഞ ദിവസം മിഡിൽ ഈസ്റ്റിലെ US-ന്റെ സൈനിക താവളങ്ങൾ ആക്രമിക്കും എന്ന ഒരു മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയത്. പ്രത്യേകിച്ച് ഖത്തർ അടക്കമുള്ള സ്ഥലങ്ങളിൽ US-ന് എയർബേസ് ഉണ്ട്, വലിയ എയർബേസാണ് ഉള്ളത്. അങ്ങനെ മിഡിൽ ഈസ്റ്റിൽ ഖത്തർ, ടർക്കി അടക്കമുള്ള രാജ്യങ്ങളിൽ US-ന്റെ ഈ എയർബേസുകൾ ആക്രമിക്കുമെന്നൊരു മുന്നറിയിപ്പ് ഇറാൻ നൽകിയതിന് പിന്നാലെ ഖത്തറിലടക്കമുള്ള എയർബേസുകളിൽ നിന്ന് സൈനികരുടെ എണ്ണം US വെട്ടിക്കുറച്ചു. ബ്രിട്ടനും സമാനമായ ഒരു തീരുമാനമെടുത്തു. അത്തരത്തിൽ പ്രതിസന്ധികൾ വളരെ രൂക്ഷമായാണ് അനുദിനം മുന്നോട്ട് പോകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ എന്ത് തരത്തിലുള്ള ഇടപെടൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഈ ഇറാനിലെ പ്രതിഷേധക്കാരെ അനുകൂലിക്കുന്ന തരത്തിൽ ഉണ്ടാകും എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. ഒരു സൈനിക നടപടി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ ലോകം ഉള്ളതും. PR കാർത്തികാണ് വിശദവിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.